ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യു ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പം ലൈവ് ആസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് തൊടുപുഴ സ്പെഷ്യാലിറ്റീസ്, തൊടുപുഴയുടെ പ്രത്യേകതകൾ, അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഒരു മുനിസിപ്പാലിറ്റിയാണ് തൊടുപുഴ എന്നത്. ഇടുക്കി ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ നഗരവും അതോടൊപ്പം ഒരു പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രവുമാണ് തൊടുപുഴ എന്നത്. ഇതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 35.53 കിലോമീറ്റർ സ്ക്വയറാണ്. ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 52,045 ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ചരിത്രം പരിശോധിക്കുമ്പോൾ BC 300 കാലഘട്ടത്തിൽ, അതായത് ക്രിസ്തുവിന് മുമ്പ് ചരിത്രത്തിൽ തൊടുപുഴയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതായത് ആ ഒരു കാലഘട്ടത്തിൽ ബുദ്ധമതത്തിൽ നിന്നുള്ളവരും ചൈന മതക്കാരും ഒക്കെ ഇവിടെ വന്ന് താമസിച്ചിരുന്നതായിട്ട് ചരിത്രത്തിൽ പറയുന്നുണ്ട്. പിന്നീട് AD 1600 വരെ ഇത് കീഴ്മല നാട്ടിലായിരുന്നു. അതിനുശേഷം വടക്കൻകൂർ രാജാക്കന്മാരുടെ കീഴിലായിരുന്നു ഇവിടെ. അതിനുശേഷം അത് മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ കീഴിലാവുകയും, തൊടുപുഴ മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ കീഴിലാവുകയും, പിന്നീട് മാർത്താണ്ഡവർമ്മ രാജാവ് തിരുവിതാംകൂറിലേക്ക് തൊടുപുഴയെ ലയിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു തൊടുപുഴ എന്നത്. പിന്നീട് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. 1956 കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ തൊടുപുഴ എറണാകുളം ജില്ലയുടെ ഭാഗമായിരുന്നു. പിന്നെ 1972 ഇടുക്കി ജില്ല രൂപീകരിച്ചത്. ഇടുക്കി ജില്ല രൂപീകരിച്ചതോടുകൂടി തൊടുപുഴയെ ഇടുക്കിയിലേക്ക് ലയിപ്പിച്ചു. അങ്ങനെ ഇടുക്കി ജില്ലയുടെ ഭാഗമായിട്ട് ഇന്ന് ഇടുക്കിയിലെ ഏറ്റവും വലിയ സിറ്റിയായിട്ട് ഇങ്ങനെ തൊടുപുഴ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. തൊടുപുഴയാറിൻ്റെ തീരത്താണ് തൊടുപുഴ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കൊച്ചിയിൽ നിന്നും ഇവിടേക്കുള്ള ദൂരമെന്ന് പറയുന്നത് 60 കിലോമീറ്ററും, കോട്ടയത്ത് നിന്നും ഇവിടേക്കുള്ള ദൂരമെന്ന് പറയുന്നത് 53 കിലോമീറ്ററും, സംസ്ഥാന തലസ്ഥാനം തിരുവനന്തപുരത്ത് നിന്നും ഇവിടേക്കുള്ള ദൂരമെന്ന് പറയുന്നത് 197 കിലോമീറ്ററും, പാലായിൽ നിന്നും ഇവിടേക്കുള്ള ദൂരമെന്ന് പറയുന്നത് 28 കിലോമീറ്ററുമാണ്. മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കട്ടപ്പന, ഇടുക്കിയുടെ മറ്റൊരു സിറ്റിയായ കട്ടപ്പനയിൽ നിന്നും ഇവിടേക്കുള്ള ദൂരമെന്ന് പറയുന്നത് 75 കിലോമീറ്ററാണ്. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട നഗരങ്ങൾ, ഇടുക്കിയുടെ രണ്ട് പ്രധാനപ്പെട്ട സിറ്റികളായ കട്ടപ്പനയും തൊടുപുഴയും തമ്മിലുള്ള ദൂരമെന്ന് പറയുന്നത് 75 കിലോമീറ്റർ. അപ്പോൾ ഇടുക്കി ജില്ലയുടെ ഒരു വലിപ്പം കാരണമാണ് ഇങ്ങനെ, അത്ര വലിയൊരു ജില്ലയാണല്ലോ ഇടുക്കി. അപ്പോൾ ഇങ്ങനെ ഇത്ര ദൂരവ്യത്യാസം അല്ലെങ്കിൽ ഉണ്ടാകാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് തൊടുപുഴ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.